നമുക്കൊപ്പം ചേർന്നു രാഹുൽ. വിഷയം പശ്ചാത്തലം ഗ്യാൻവാബിയിലാണ്. പക്ഷേ ബുദ്ധവിഹാരമായിരുന്ന ശബരിമല ഇപ്പോൾ ഉപയോഗിക്കുന്ന ഹിന്ദുക്കളാണ്. അത് ഭൂമി ഇളക്കി പരിശോധിച്ചാൽ പലതും കിട്ടും. അതാണ് സുന്നി യുവജന സംഘം നേതാവ് ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസരി പറഞ്ഞത്. എങ്ങനെ പ്രതികരിക്കുന്നു? ശ്രീ അബ്ദുൽ ഹക്കീമിനെ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പ്രത്യേകിച്ച് കാന്തപുരം ഉസ്താദിനെ നമ്മൾ എല്ലാവരും ആദരിക്കുന്നതാണ്. പക്ഷേ ശ്രീ അബ്ദുൽ ഹക്കീമിന്റെ പ്രസ്താവന അപലപനീയമാണ്. അദ്ദേഹം പിൻവലിക്കണം, ഖേദപ്രകടനം നടത്തണം. ആവശ്യമില്ലാത്ത തർക്കങ്ങൾ സമൂഹത്തിൽ ഉന്നയിക്കരുത്. ശബരിമല ബുദ്ധവിഹാരമാണെന്നുള്ളത് പച്ചക്കള്ളമാണ്. പച്ചക്കള്ളമെന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ തരിമ്പ് പോലും ഇല്ലാത്ത പച്ചക്കള്ളമാണ്. അദ്ദേഹത്തിന് ഗ്യാൻവ്യാപിയിലെ ഒരു ടെൻഷനോ അല്ലെങ്കിൽ അരക്ഷിതബോധമോ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. എല്ലാ അമ്പലങ്ങളുടെയും താഴെ പോയി ശിവലിംഗം തേടേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളും പള്ളികളും ക്രിസ്ത്യൻ പള്ളികളും എല്ലാം നിൽക്കുന്നത് ഇന്ത്യയുടെ മണ്ണിലാണ്. ആ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് മതി. പക്ഷേ അദ്ദേഹം ഒരു പോയിന്റ് റേസ് ചെയ്യുമ്പോൾ മറ്റൊരു മതം വിശുദ്ധമായി കരുതുന്ന ഒരു അമ്പലത്തെയോ അല്ലെങ്കിൽ പള്ളിയെയോ തർക്കത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് ശബരിമലയുടെ കാര്യത്തിലാണെങ്കിലും പരിശുദ്ധ മെക്കയുടെ കാര്യത്തിലാണെങ്കിലും വിശുദ്ധ വത്തിക്കാന്റെ കാര്യത്തിലാണെങ്കിലും അനാവശ്യമായി ഇല്ലാത്ത വിവാദങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകുകയുള്ളൂ, തിരിച്ചടിക്കുകയേ ചെയ്യുള്ളൂ. ആദരണീയനായ കാന്തപുരം മുസ്ലിയാർ അദ്ദേഹം ഈ പ്രസ്താവന തന്റെ മകനോട് പിൻവലിക്കാൻ പറയുകയും അദ്ദേഹം ഖേദപ്രകടനം നടത്തുകയോ ഇത് പിൻവലിക്കുകയോ ചെയ്യണമെന്ന് ഞാൻ വ്യക്തമായി ആവശ്യപ്പെടുകയാണ്. കാരണം സമൂഹത്തിൽ സ്പർദ്ധ കൂടി നിൽക്കുന്ന അവസരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധ ഉണ്ടാക്കാൻ നമ്മൾ തുനിയരുത്. രണ്ട്, കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരോ തീവ്ര ഇടത് ചരിത്രകാരന്മാരോ പറയുന്ന കള്ളമാണ് ശബരിമല ബുദ്ധക്ഷേത്രമാണ്. അതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് തീവ്ര ഹിന്ദുത്വവാദികളോ തീവ്ര വലതുപക്ഷക്കാരോ നാട്ടിലുള്ള എല്ലാ മുസ്ലിം പള്ളികളുടെയും താഴെ ഹിന്ദു ക്ഷേത്രമുണ്ടെന്ന് പറയുമ്പോൾ അത് കള്ളമാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തിരിച്ചു മറുപടി പറയാനായി, തിരിച്ചു ട്രോൾ ചെയ്യാനായി നാട്ടിലുള്ള അമ്പലങ്ങളുടെ എല്ലാം താഴെ ബുദ്ധക്ഷേത്രം എന്ന് പറയുകയാണ്. ഇത് രണ്ടും കള്ളമാണ്. അമ്പലങ്ങളുടെ താഴെ പള്ളികളുമല്ല, ബുദ്ധക്ഷേത്രങ്ങളുമല്ല, പള്ളികളുടെ താഴെ അമ്പലങ്ങളല്ല. നമ്മുടെ നാട്ടിലെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രത്തിൽ 1-2% അമ്പലം പള്ളിയോ പള്ളി അമ്പലമോ ഒക്കെ ആയി കാണും. പക്ഷേ അനാവശ്യമായ വിവാദം, അതും കോടിക്കണക്കിന് ഭക്തർ വരുന്ന ശബരിമലയെ പ്രത്യേകിച്ച് വിശിഷ്യ നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ളൊരു വ്യക്തി വിവാദത്തിന്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് രാഹുൽ, പല രീതിയിലുള്ള ചർച്ചകൾ ഇപ്പൊ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിഷയങ്ങളും തർക്കങ്ങളും ഒക്കെ നടന്ന സമയത്ത് ഈ രീതിയിലുള്ള ഗവേഷണങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ലേ? ശാസ്ത എന്ന് പറയുന്ന പേര് തന്നെ ബുദ്ധന്റെ പര്യായമാണ് എന്ന രീതിയിൽ പറഞ്ഞില്ലേ? അത് കള്ളം പറയാന്ന് പറയാൻ കാരണം ശാസ്താവിന് 2 ഭാര്യമാരുണ്ട്, പൂർണ്ണ പുഷ്കല. ശാസ്താവും അയ്യപ്പനും ഒക്കെ വില്ലാളി വീരന്മാരും ആയുധം ഉപയോഗിക്കുന്നവരുമാണ്, പള്ളി വേട്ടയ്ക്കിറങ്ങുന്നവരാണ്. പക്ഷെ ബുദ്ധൻ സമാധാനവാദിയും ഹിംസയ്ക്കെതിരുമായ വ്യക്തിയാണ്. ഇത് രണ്ടും എങ്ങനെയാ ഒന്നാകുന്നത്? ഇപ്പൊ ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് ഞാൻ കൃത്യമായി പറയാം. അതായത് നൂറ്റാണ്ടുകളായി തന്നെ മുസ്ലിങ്ങളെ താഴ്ത്തിക്കെട്ടാനായി തീവ്ര ഹിന്ദുത്വവാദികൾ മുസ്ലിം പള്ളികളെല്ലാം അമ്പലം പൊളിച്ചിട്ട് വെച്ചതാണെന്ന് പറയും. അപ്പൊ ഇതിനെ കൗണ്ടർ ചെയ്യാൻ മുസ്ലിം സമൂഹത്തിലെ ഹാർട്ട് ലൈനേഴ്സും കമ്മ്യൂണിസ്റ്റുകാരായ ഹാർട്ട് ലൈനേഴ്സും കൂടെ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അമ്പലങ്ങളെല്ലാം ബുദ്ധക്ഷേത്രവും ജൈനക്ഷേത്രവും തകർത്തതാണെന്ന് പറയും. ഈ അമ്പലത്തിന്റെയും പള്ളിയുടെയും പേര് അടികൂടാതെ നമുക്ക് ജീവിച്ചൂടെ? രണ്ട്, തീർച്ചയായും ഇത് അതായത് ഇവർ പറയുന്ന ശരണം എന്ന വാക്ക് വെച്ച് മാത്രമാണ്. ശരണം എന്ന വാക്ക് അവിടെ ഉണ്ടെന്ന്. പള്ളി എന്ന വാക്കുണ്ട്, ബുദ്ധവിഹാരങ്ങളെയാണ് പള്ളി എന്ന് വിളിച്ചത്. പള്ളി വേട്ടയുണ്ട്. പള്ളി വേട്ട എന്ന് പറഞ്ഞാൽ റെസ്പെക്ട്ഫുള്ളി വേട്ടയ്ക്കിറങ്ങുക എന്നാണ്. ബുദ്ധൻ എപ്പോഴെങ്കിലും വേട്ടയ്ക്കിറങ്ങുന്നതായി കേട്ടിട്ടുണ്ടോ? അപ്പൊ അവിടെയും ഇവിടെയും കിടക്കുന്ന സെലക്ടീവ് കാര്യങ്ങൾ ഒരു നെറേറ്റീവായി ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ അതൊരു ഡിബേറ്റബിൾ വിഷയമല്ലേ രാഹുൽ? ഇപ്പോഴും ഈ 41 ദിവസത്തെ വ്രതം ബുദ്ധ ആചാരങ്ങളിൽ നിന്ന് കടം കൊണ്ടതാണെന്ന് പറയുന്നത്, ഈ ശരണം വിളി നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധം ശരണം ഗച്ഛാമിയിൽ നിന്ന് കടം കൊണ്ടത് അല്ല. ഞാൻ ചോദിക്കുന്നത് അതൊരു ഡിബേറ്റബിൾ അല്ലേ? ഇതിനെ ആധികാരികമായിട്ട് പറയണ്ട, പക്ഷെ അതൊരു ഡിബേറ്റബിൾ വിഷയമാണല്ലോ. അല്ല, ഇത് ഡിബേറ്റബിൾ അല്ല. ഡിബേറ്റബിൾ ആക്കാൻ ആഗ്രഹിക്കുന്നത് ശബരിമലയെ താഴ്ത്തിക്കെട്ടാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. കേരള ഗവൺമെന്റ് പോലും ആദ്യം സുപ്രീം കോടതിയിൽ 2016 കാലഘട്ടങ്ങളിൽ കൊടുത്ത അഫിഡവിറ്റിൽ ശബരിമല ബുദ്ധക്ഷേത്രമായിരുന്നു എന്നൊരു വാദമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കള്ളമാണ്. കാരണം ബുദ്ധിസ്റ്റുകൾ എവിടെങ്കിലും കറുപ്പുവസ്ത്രം ഉപയോഗിക്കുന്നുണ്ടോ? ഏതെങ്കിലും ബുദ്ധിസ്റ്റുകൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ എവിടെയെങ്കിലും കറുപ്പുവസ്ത്രം ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. ശബരിമലയിൽ താന്ത്രികവും യോഗികവുമായ അല്ലെങ്കിൽ തന്ത്ര യോഗ എന്ന് പറയുന്ന സിസ്റ്റമാണ്. രണ്ട്, ബുദ്ധന് 2500 വർഷങ്ങളെ പഴക്കമുള്ളൂ. ശബരിമലയ്ക്ക് 5000-ഓളം വർഷം പഴക്കമുണ്ട്. അതായത് ശ്രീ ധർമ്മശാസ്താവിന് 5000 വർഷം പഴക്കമുണ്ട്. മണികണ്ഠനാണ് 1000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചത്. ഇതിലെ ലാർജർ പോയിന്റ്, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലെ സഹോദരങ്ങളോട് പറയാനുള്ളത്, അയ്യപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരു വാവരാണ്. ശബരിമല അന്നത്തെ എന്താ പറയുന്നത് കൊള്ളക്കാരിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ അയ്യപ്പനെ സപ്പോർട്ട് ചെയ്തത് വാവരാണ്. ആ വാവരെ ആരാധിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് വിഗ്രഹമില്ലാതെ വാവർക്ക് വേണ്ടി ഇന്നും ഒരു നട ശബരിമലയുടെ ഉള്ളിൽ
പോലും ഉണ്ട്. എരുമേലിയിലുണ്ട്, അതോടൊപ്പം ശബരിമലയുടെ ഉള്ളിലുണ്ട്. അപ്പം കാന്തപുരം ഉസ്താദിനെ പോലെ കേരളം മുഴുവൻ ആദരിക്കുന്ന ഒരു ബഹുസ്വര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തിയുടെ മകനിൽ നിന്നും പക്ഷേ അതൊരു ഗ്യാൻവാബിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഹുൽ ഇത് പ്രസ്താവന തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് പറയുകയാണ്. ഇതൊരു ഗ്യാൻവാബിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. ആയിക്കോട്ടെ, എനിക്ക് അദ്ദേഹത്തോട് വളരെ റെസ്പെക്ട്ഫുള്ളി സബ്മിറ്റ് ചെയ്യാനുള്ളത് പരിശുദ്ധ ഖുർആൻ 41:34 പരിശുദ്ധ ഖുർആൻ 41:34 എനിക്കൊരു 10 സെക്കൻഡ് തന്നാൽ ഇങ്ങനെയാണ് പറയുന്നത്: വലാ തസ്തവിൽ ഹസനതു വല സയ്യ ഇത്ഫഅ ബില്ലതി ഹിയ ഹസാനു ഫൈദല്ലദി ബൈനക വ ബൈനകു അദാവതുൻ കഅന്നഹു വലിയുൻ ഹമീം എന്ന് പറഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവും ഒരേപോലെ ആകില്ല, നന്മയും തിന്മയും ഒരേപോലെ ആകില്ല. അവരുടെ പള്ളിക്ക് നേരെ ശരിയല്ലാത്ത രീതിയിൽ ആരെങ്കിലും ഉന്നയിച്ചാൽ തിരിച്ച് അമ്പലത്തിന് നേരെ ഉന്നയിക്കുകയല്ല ചെയ്യേണ്ടത്. നെഗറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് നമുക്കൊരിക്കലും നേരിടാൻ കഴിയില്ല. തീ കൊണ്ട് അണയില്ല. പകരം പരസ്പര സൗഹാർദ്ദത്തിലൂടെ നമ്മൾ പോസിറ്റിവിറ്റി മുമ്പോട്ട് വെക്കുമ്പോൾ നിന്റെ ശത്രു ആരായിരുന്നു അവർ നിന്റെ ആത്മമിത്രമായി മാറിത്തീരും. പരിശുദ്ധ ഖുർആൻ 41:34. അതുകൊണ്ട് ഗ്യാൻവാബിയെ കുറിച്ച് എനിക്കറിയാം, മുസ്ലിം സഹോദരങ്ങൾക്ക് അത് മനസ്സിലൊരു ഇൻസെക്യൂരിറ്റിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കുകയോ സമ്മതിക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ കോടതി വഴി പോകാം. അതുകൊണ്ട് ശബരിമലയെ കൂടി വരികയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ സ്ട്രോങ് ആയി നിൽക്കുന്ന പരസ്പര വിദ്വേഷം നമ്മുടെ കേരളത്തിലേക്കും കൂടെ ക്ഷണിക്കുകയാണ്. അതും ശബരിമല പോലെ ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്ന ക്രിസ്ത്യാനിയായ വെളുത്തേയും മുസ്ലിമായ വാവരെയും കണ്ട് വണങ്ങി എന്നെ കാണാൻ വരണമെന്ന് പറയുന്ന അയ്യപ്പന്റെ ശബരിമലയെ വിവാദത്തിലേക്ക് കൊണ്ടുവരുന്നത് വളരെ ദൗർഭാഗ്യപൂർണ്ണമാണ്. ഇത് പറയുന്ന ഒരു ഫ്രിഞ്ച് എലിമെന്റും അല്ല, ഇത് പറയുന്നത് മുഖ്യധാരയിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം ആദരിക്കുന്ന കാന്തപുരത്തിന്റെ ലെഗസിയിൽ നിന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അനാവശ്യമായ വിവാദങ്ങൾ ദൈവത്തെ ഓർത്ത് കൊണ്ടുവരരുത്. അദ്ദേഹം ഇത് പിൻവലിക്കണം. ഇല്ലെങ്കിൽ അത് കൂടുതൽ കൗണ്ടർ റിയാക്ഷൻസിലേക്ക് വരും. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിശുദ്ധ ശബരിമലയാണെങ്കിലും വിശുദ്ധ മെക്കയാണെങ്കിലും പരിശുദ്ധമായ വത്തിക്കാനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് സോഷ്യൽ മീഡിയയിലടക്കം വിദ്വേഷം ജനിപ്പിക്കാൻ ഉപയോഗിക്കും. ഗ്യാൻവാബിയെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു എതിർവാദം ഉണ്ടെങ്കിൽ തീർച്ചയായും പറയാം, അല്ലെങ്കിൽ അതിനെ തീർച്ചയായും പറയുകയും ചെയ്യണം. 1991 പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് സംരക്ഷിക്കണമെന്നുള്ള കാര്യമാണെങ്കിൽ അങ്ങനെ തീർച്ചയായും പറയണം. പക്ഷെ മറ്റൊരു അമ്പലത്തിന്റെ, മറ്റൊരു മതസമൂഹത്തിന്റെ അല്ലെങ്കിൽ ആത്മീയ സമൂഹത്തിന്റെ, അതും ശബരിമല പോലെ ബഹുസ്വരതയും ഒരിക്കൽ കേരള ഹൈക്കോടതി പറയുകയുണ്ടായി, കേരളത്തിന്റെ സെക്യുലറിസം അല്ലെങ്കിൽ ബഹുസ്വരത ശബരിമലയിൽ നിന്നാണ് വരുന്നത്. അത്ര ബഹുസ്വരമായി നിൽക്കുന്ന ഒരു സ്പേസിൽ ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. തീവ്ര ഹിന്ദുത്വ ആശയങ്ങളിൽ നിൽക്കുന്ന പല ആൾക്കാരും സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോ ശബരിമലയിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പ്രവേശനം നിഷേധിക്കണമെന്ന് പറഞ്ഞു പോയി. അതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയ ഒരു വ്യക്തിയാണ് ഞാൻ. നമുക്ക് നമ്മുടെ നാട്ടിൽ എങ്ങനെങ്കിലും ഒരു ബാലൻസിൽ സന്തോഷത്തോടെ ആൾക്കാർ ഹാർമോണിയസ് ആയിട്ട് പോവുക. ശബരിമല ബുദ്ധക്ഷേത്രമാണെന്നുള്ളത് ചരിത്രപരമായി വസ്തുതാ വിരുദ്ധമാണ്, കള്ളമാണ്. മുസ്ലിം പള്ളിയുടെ താഴെ രാഹുൽ നിലപാട് വ്യക്തമാണ്. ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം ആസരിയുടെ നിലപാട് കള്ളമാണ്. അദ്ദേഹം ശബരിമല ബുദ്ധവിഹാരമാണ്, ശബരിമല അടക്കം ബുദ്ധവിഹാരങ്ങളുണ്ട്, അതാണ് ഹൈന്ദവ ക്ഷേത്രങ്ങളായി മാറിയതെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന പിൻവലിക്കണം എന്ന് കൂടിയാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വീണ്ടും